وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നമുക്ക് വേണ്ടതെല്ലാം ഈ ഭൂമിയിൽ സംവിധാനിക്കുകയും ചെയ്ത കാരുണ്യവാനായ നമ്മുടെ നാഥൻ നമ്മുടെ നന്മക്കായി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളും കൽപ്പനകളും ജീവിതത്തിൽ ഉടനീളം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടണേ എന്ന് ഉപദേശിക്കുകയും വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. അപ്രകാരം ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണ് നമ്മുടെ നമസ്കാരം. ആ നമസ്കാരത്തിൽ നിർബന്ധമായും ഒരു വിശ്വാസി പാരായണം ചെയ്യേണ്ട വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ ഒരു ദിവസം നിർബന്ധമായി 17 തവണയും അല്ലാതെ അതിലധികം തവണയും നമ്മൾ പാരായണം ചെയ്യപ്പെടുന്ന, നമ്മൾ ചെറുപ്പം മുതലേ ഓതി പഠിക്കുകയും നമ്മുടെ മക്കൾക്കാദ്യമായി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്ത വിശുദ്ധ ഖുർആനിലെ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ. അതിലെ 1-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ സ്തുതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, എനിക്ക് നൽകിയ എൻ്റെ ശരീരം, എൻ്റെ കേൾവി, എൻ്റെ കാഴ്ച, എനിക്ക് വേണ്ടി ഇവിടെ സംവിധാനിച്ചിട്ടുള്ളതെല്ലാം എന്തൊക്കെയുണ്ടോ അതെല്ലാം, വായുവും വെള്ളവും തുടങ്ങി എനിക്കെൻ്റേതായി എൻ്റെ റബ്ബ് നൽകിയ സംവിധാനിച്ചെല്ലാം, അതിന് ആ സർവലോക രക്ഷിതാവിനാകുന്നു സർവസ്തുതിയും. റബ്ബുൽ ആലമീൻ, റബ്ബിൽ ആലമീൻ, ആ ആലമീങ്ങളുടെ സർവലോകങ്ങളുടെയും റബ്ബായ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ വിശ്വാസികളും തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് ചൊല്ലുന്നത്.
ലോകത്തിന്റെ രക്ഷിതാവ്, റബ്ബുൽ ആലമീൻ എന്നാണ് അല്ലാഹു തആല ഇവിടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത്. എല്ലാ ലോകങ്ങളുടെയും രക്ഷിതാവ് എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ ആകാശഭൂമികൾക്കിടയിലായിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം, കോടാനക്കോടി നക്ഷത്രങ്ങളും ഗാലക്സികളും ഓരോ ഗ്രഹങ്ങളും മറ്റു ഉപഗ്രഹങ്ങളും തുടങ്ങി ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി വൈഭവങ്ങളാണ്. അതിൻ്റെ എല്ലാം സൃഷ്ടാവ്, അതിൻ്റെ എല്ലാം രക്ഷകർത്തൃത്വം അത് അള്ളാഹുവിനാകുന്നു എന്നുള്ളതാണ് നാം അവിടെ പ്രഖ്യാപിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്, ഞങ്ങളെ സൃഷ്ടിച്ചത്, അതല്ലെങ്കിൽ നമ്മെ സൃഷ്ടിച്ചത് എന്ന് പറയുവാനല്ല ലോകത്ത് പ്രവാചകന്മാർ കടന്നു വന്നത്. പ്രവാചകന്മാർ കടന്നു വന്ന സമൂഹങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്കെല്ലാം സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ലാത്തെ, ഉസ്സെ, മനാത്തെ, ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, പുണ്യാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും സഹായം ചോദിക്കുകയും നേർച്ച വഴിപാടുകൾ നടത്തുകയും ചെയ്തിരുന്ന മക്കയിലെ മുശ്രിക്കീങ്ങൾ, ആ മുശ്രിക്കീങ്ങൾ അവരുടെ ആ ജഹാലത്തിലും അവരുടെ അങ്ങേയറ്റത്തെ അജ്ഞതയിലും മദ്യത്തിന്റെ മാസ്മരികതയിൽ അക്കരപ്പച്ചയിൽ നിന്നും അക്കരപ്പച്ച തേടി പെണ്ണിന്റെ പാദസരക്കിലുക്കം അന്വേഷിച്ച് ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ച് നടന്നിരുന്ന ഒരു സമൂഹം, അത്രയും അജ്ഞതയിൽ കഴിഞ്ഞിരുന്ന ആ മക്കയിലെ മുശ്രിക്കീങ്ങളായ ഖുറൈശികളായ ആളുകൾ, മുശ്രിക്കീങ്ങൾ, അവർ സമ്മതിച്ചിരുന്ന, അവരെല്ലാവരും ഏകാഭിപ്രായം പറഞ്ഞിരുന്ന, അവരെല്ലാവർക്കും ഒരഭിപ്രായത്തിനും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നായി പറഞ്ഞിരുന്ന അഭിപ്രായമായിരുന്നു ഞങ്ങളെ സൃഷ്ടിച്ച ഞങ്ങളുടെ സൃഷ്ടാവ് അത് അള്ളാഹുവാണ് എന്നുള്ളത്. അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എടുത്ത് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലൂന അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുഹ്റഫ് 87-ാമത്തെ സൂക്തത്തിലൂടെ പറയുന്നു, വലഇൻ സഅൽതഹും, പ്രവാചകരെ അങ്ങ് ആ മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകളോട് ചോദിച്ചു നോക്കണം. എന്താണ് ചോദിക്കേണ്ടത്? മൻ ഖലഖഹും, ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കണം. ആ സമയത്ത് അവർ മറുപടി പറയും, ലയഖൂലൂന അല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളെ സൃഷ്ടിച്ചത് എന്ന് അവർ മറുപടി നൽകുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വിശുദ്ധ ഖുർആനിലെ ഒരുപാട് സൂക്തങ്ങളിലൂടെ ഈ കാര്യം നമ്മളോട് പറയുന്നുണ്ട്. സൃഷ്ടിപ്പ് മാത്രമല്ല, അവരുടെ സൃഷ്ടിപ്പ് മാത്രമല്ല, ലോകത്തിന്റെ സൃഷ്ടിപ്പും ലോകത്തിന്റെ നിയന്ത്രണവും അതെല്ലാം അല്ലാഹുവാണ് എന്ന് അവർ സമ്മതിച്ചിരുന്നു എന്നുള്ളതാണ്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആരാണ് ആകാശങ്ങളെ ഭൂമിയെ സൃഷ്ടിച്ച് സംവിധാനിച്ചതെന്ന് പ്രവാചകരെ അങ്ങ് ചോദിച്ചു നോക്കണം. ലയഖൂലൂന ഖലഖഹുന്നൽ അസീസുൽ അലീം, അവര് പറയും അതിനെ സൃഷ്ടിച്ചത് ശ്രേഷ്ഠനും സർവജ്ഞനുമായ അല്ലാഹു തന്നെയാകുന്നു എന്ന് അവർ തീർച്ചയായും പറയും പ്രവാചകരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുഖ്റഫ് 9-ാമത്തെ സൂക്തത്തിലൂടെ പറയുകയാണ്. തീർച്ചയായും അവർ അപ്രകാരം തന്നെയാണ് പറയുക. സർവജ്ഞനും ശ്രേഷ്ഠനുമായ അല്ലാഹു തന്നെയാണ് ഈ ഭൂമിയെ, ഈ ആകാശങ്ങളെ സംവിധാനിക്കുകയും സൃഷ്ടിക്കുകയും എല്ലാം ചെയ്തത് എന്ന് അവർ പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും അതിലുള്ള മറ്റു സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സംവിധാനിച്ചതും സൃഷ്ടിച്ചതും ലാത്തയാണ് എന്നോ ഉസ്സയാണ് എന്നോ മനാത്തയാണ് എന്നോ മറ്റ് അമ്പിയാക്കളാണോ എന്നോ ഒരാൾക്കും തന്നെ ഒരഭിപ്രായവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടങ്ങളിലെല്ലാം അവർ പറഞ്ഞിരുന്നത് ഇതെല്ലാം അല്ലാഹു തആല സൃഷ്ടിച്ച സൃഷ്ടികളാണ് എന്നുള്ളതാണ്. വലഇൻ സഅൽതഹും, പ്രവാചകരെ അങ്ങ്
മക്കയിലെ മുശ്രിക്കീങ്ങളോട് ചോദിച്ചു നോക്കണം. എന്ത്? മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആരാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, വസഖറ ശംസ വൽ ഖമർ, ആരാണ് സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തി അതിന്റെ സഞ്ചാര ദിശയെ സംവിധാനിച്ച് അതിന്റെ അസ്തമയവും ഉദയവും സംവിധാനിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അവര് മറുപടി പറയും ലയഖൂലൂനല്ലാഹ്, അതെ, അത് അല്ലാഹുവാണ് എന്ന് അവര് മറുപടി പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്ത് 61-ാമത്തെ സൂക്തത്തിലൂടെ പഠിപ്പിക്കുന്നു. വീണ്ടും അല്ലാഹു തആല പറയുന്നു, വലഇൻ സഅൽതഹും, പ്രവാചകരെ അങ്ങ് ചോദിച്ചു നോക്കണം, മൻ നസ്സല മിനസ് സമാഇ മാഅ, ആരാണ് ആകാശങ്ങളിൽ നിന്നും വെള്ളമിറക്കി മഴയെ വർഷിപ്പിച്ചു തന്നത്, ആരാണ് എന്ന് ചോദിച്ചാൽ ആ സമയത്തും അവർ പറയും അത് അല്ലാഹുവാണ് എന്ന്. മാത്രമല്ല, മഴയെ വർഷിപ്പിക്കുക മാത്രമല്ല, ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, അങ്ങനെ ആ മഴ വർഷിച്ച കാരണത്താൽ ഉണങ്ങിക്കിടന്ന പാടങ്ങളും ഉണങ്ങിക്കിടന്ന പറമ്പുകളും കൃഷിയിടങ്ങളും ഒക്കെ ജീവൻ വെപ്പിക്കുന്നത് ആരാണ് എന്ന് അവർ ചോദിക്കുമെന്ന് അല്ലാഹു തആല സൂറത്തുൽ അൻകബൂത്ത് 63-ാമത്തെ സൂക്തത്തിലൂടെ പറയുമ്പോൾ ആ സമയത്ത് മക്കയിലെ മുശ്രിക്കീങ്ങൾ പറയുക തന്നെ ചെയ്യും, ലയഖൂലൂനല്ലാഹ്, അല്ലാഹുവാണ് എന്ന് പറയുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈ വിശ്വാസം അറിയാത്ത ആളുകളല്ല വിശ്വാസികൾ, ഈ വിശ്വാസം അറിയുന്നവർ തന്നെയാണ് വിശ്വാസികൾ. പിന്നെ മക്കയിലെ മുശ്രിക്കീങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം എന്തായിരുന്നു? പ്രവാചകനോട് ആരാണ് ആകാശത്തെ സംവിധാനിച്ചത്, ഭൂമിയെ സംവിധാനിച്ചത്, മഴ വർഷിപ്പിക്കുന്നത് ആരാണ്, നിങ്ങളെ സൃഷ്ടിച്ചത് ആരാണ്, ഇതെല്ലാം ചോദിക്കുമ്പോ അല്ലാ എന്ന ഉത്തരം പറയുന്ന മുശ്രിക്കീങ്ങളും പ്രവാചകനും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? എന്തൊക്കെ ഓഫറുകൾ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ വെച്ചു. നിങ്ങളെ ഈ നാടിന്റെ അധിപനാക്കാം, രാജാവായി വാഴ്ത്തിക്കൊണ്ടുവരാം, നിങ്ങൾക്ക് ഈ നാട്ടിലെ തരുണീമരണ്യായ ഏറ്റവും നല്ല സുന്ദരിയായ പെണ്ണിനെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം തുടങ്ങിയുള്ള വാഗ്ദാനങ്ങൾ നടന്നു. അതുപോലെ നിങ്ങൾക്ക് ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെയും സമ്പത്തിൽ നിന്നും വിഹിതം തരാം, നിങ്ങളെ ഇവിടത്തെ ഏറ്റവും വലിയ സമ്പന്നനായി വാഴിക്കാം. ഇതൊക്കെ പ്രവാചകന് മുശ്രിക്കീങ്ങൾ കൊടുത്ത ഓഫറുകളായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം നിരസിച്ചു എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനിച്ച വീടും കളിച്ചു വളർന്ന മണ്ണും നാടും വിടേണ്ട സാഹചര്യമുണ്ടായി. അവിടെയും സ്വസ്ഥത കൊടുക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് യുദ്ധങ്ങൾ ശത്രുക്കളായ മുശ്രിക്കീങ്ങൾക്കെതിരെ നയിക്കേണ്ട സാഹചര്യമുണ്ടായി. ആ യുദ്ധങ്ങൾക്കിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിന്റെ രണഭൂമിയിൽ പ്രവാചകന്റെ പല്ലുകൾ നഷ്ടപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല നിലക്കുമുള്ള പരുക്കുകൾ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെ നഷ്ടപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരുപാട് സ്വഹാബികളെ നഷ്ടപ്പെട്ട് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിക്കേണ്ടി വന്നു. അതൊക്കെ എന്തിന്റെ പേരിലായിരുന്നു? ആരാധനക്കർഹനായി അല്ലാഹുവേ ഉള്ളൂ എന്ന് പറയുവാൻ അതിന്റെ പേരിലുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു യഥാർത്ഥത്തിൽ മക്കയിലെ മുശ്രിക്കീങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുണ്ടായിരുന്നത്. അത് നമുക്ക് ബദർ യുദ്ധത്തിൽ കാണാം. ബദറിന്റെ രണഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് അബൂജഹല് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് യാ അല്ലാഹ് അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതേപോലെ ബദറിന്റെ രണഭൂമിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീണുകൊണ്ട് പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടാണ്, അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ എന്ത് അഭിപ്രായ വ്യത്യാസമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്? ഒരേ ഒരു അഭിപ്രായ വ്യത്യാസം. മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, എല്ലാ നിലക്കുമുള്ള ആരാധനകൾ അള്ളാഹുവിന് കൊടുക്കുന്നതോടൊപ്പം അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്നും ലാത്തെയും ഉസ്സയും മനാത്തെയും അതുപോലെയുള്ള ഞങ്ങളുടെ പുണ്യമാക്കപ്പെട്ട ഞങ്ങളുടെ വലിയകൾ അവരെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും,
അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശക്കാരായി അവരുണ്ടാകും എന്ന വിശ്വാസമായിരുന്നു യഥാർത്ഥത്തിൽ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം. ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് ബദറും ഉഹുദും ഖന്തഖും ഒക്കെ നടക്കുന്നത്. ഇത്രയും വിശദീകരിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങൾ, മക്കയിലെ മുശ്രിക്കീങ്ങൾ സമ്മതിച്ചിരുന്ന കാര്യം, തീർച്ചയായും അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന് അവർ സമ്മതിച്ചിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ച കാര്യം, അത് മക്കയിലെ മുശ്രിക്കീങ്ങൾ അംഗീകരിച്ചിരുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, പറയുന്നതിൽ ഏറെ സങ്കടത്തോടുകൂടി, ഏറെ പ്രയാസത്തോടു കൂടിയാണ് ഇനിയുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മൾ ഈ വിശദീകരിച്ച മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസത്തെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വിശ്വാസങ്ങളുമായിട്ട് മുസ്ലിം സമുദായത്തിനിടയിൽ, മുസ്ലിം സമൂഹത്തിനിടയിൽ ചില ആളുകൾ ചില വാദങ്ങളുമായിട്ട് കടന്നു വന്നു. ആ വാദങ്ങൾ നമുക്കറിയാം, അത് അങ്ങനെ തന്നെ പറയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ തന്നെ പറയാം. അതിന്റെ ഗൗരവം മനസ്സിലാകാൻ വേണ്ടി മാത്രം. കോഴിക്കോട് ജില്ലയിലെ മടവൂരിലെ അവിടെ കഴിയുന്ന ഒരു CM അബൂബക്കർ എന്ന ഒരു മനുഷ്യനാണ് നമ്മെപ്പോലെ കണ്ണും കാതും ഹൃദയവും നമ്മെപ്പോലെ കൈയും കാലുമൊക്കെയുള്ള സാധാ ഒരു മനുഷ്യനാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു തുടങ്ങി. അവസാനം 2 ദിവസം മുമ്പ് അവരെ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് വാഴ്ത്തിക്കൊണ്ട് ഒരു പാട്ടിറക്കുകയുണ്ടായി. നമ്മൾ പലരും ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാകും, കേൾക്കാത്തവരുമുണ്ടാകും. അതിലൂടെ അവർ പറയുന്ന അപകടം നമ്മൾ മനസ്സിലാക്കണം. പുകഴ്ത്തി പുകഴ്ത്തി വാഴ്ത്തി വാഴ്ത്തി വിമർശിച്ച് എവിടെ എത്തി എന്നുള്ളതിന്റെ അപകടം മനസ്സിലാക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. അവരതിലൂടെ പറയുന്നത്, മടവൂരാരാണ്, പടച്ചോനാണോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം, അതെ അതെ, ഞങ്ങളുടെ പടച്ചവൻ മടവൂരാണ് എന്ന് പറയണം. നഊദു ബില്ലാഹ്. എന്ത് ഗൗരവമുള്ള വർത്തമാനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്! എന്ത് നിലയ്ക്ക് എത്രമാത്രം ഗൗരവകരമായ വർത്തമാനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്! പ്രിയപ്പെട്ടവരെ, എവിടെ വരെ ആണ് പറഞ്ഞെത്തിയത് എന്ന് നമ്മൾ ആലോചിക്കണം. മുദബ്ബിറുൽ ആലം എന്ന ഒരു പദവി കൊടുത്ത് ലോകത്തിന്റെ നിയന്താവ് എന്ന് പറഞ്ഞു. മഴ വർഷിപ്പിക്കുവാൻ അല്ലാഹു തആല CM മടവൂരിന്റെ സമ്മതമല്ലാതെ മഴ വർഷിപ്പിക്കില്ല എന്ന് പറഞ്ഞു. ആകാശങ്ങളിൽ വിമാനങ്ങൾ കൂട്ടിമുട്ടാതെ പറന്നുകൊണ്ടിരിക്കുന്നത് CM മടവൂരിന്റെ കഴിവ് കൊണ്ടാണ് എന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് പടച്ചവനാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഗൗരവം ചെറുതല്ല, അതിന്റെ ഗൗരവം ചെറുതല്ല പ്രിയപ്പെട്ടവരെ. മക്കയിലെ മുശ്രിക്കീങ്ങൾ അവരെ ലജ്ജിപ്പിക്കുന്ന വിധത്തിലുള്ള വാക്കുകൾ അവര് പറയുകയാണ്. അത്തരത്തിലുള്ള വാക്കുകൾ പറയുന്ന ആരാണ് പടച്ചവനെന്ന് ചോദിക്കുമ്പോ മക്കയിലെ മുശ്രിക്കീങ്ങൾ പറയില്ല, യഖൂലൂന അല്ലാഹ്, അത് അല്ലാഹുവാണ് എന്ന്. എന്നാൽ ഇവര് ഈ പാട്ടിലൂടെ പറയുന്നത് അതൊരു മനുഷ്യനാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമുക്കതിനെ, അത്തരത്തിൽ ഇവർ പറയുന്ന വാദങ്ങളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഗണ്ണിക്കുവാൻ സാധിക്കും? അതിന്റെ പിന്നിലൊക്കെയുള്ള ലക്ഷ്യം അത് വേറെ തന്നെയാണ്, അത് സാമ്പത്തികം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച്, മടവൂരിനെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന ആളുകൾ എപ്പോഴെങ്കിലും ഇത്തരത്തിൽ ആയത്തുകൾ ഓതി, ഹദീസുകൾ പറഞ്ഞ്, അല്ലാഹു തആലയെ കുറിച്ച് പറഞ്ഞ് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണേ, നിങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാഹുവിനോട് പറയണേ എന്ന് പറയുന്ന, എന്ന് വാദിക്കുന്ന, എന്ന് പ്രസംഗിക്കുന്ന എത്ര പ്രസംഗങ്ങൾ, എത്ര വാളുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുള്ളത് നിഷ്പക്ഷമായി ബുദ്ധി എവിടെയും പണയം വെക്കാത്ത വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവരെ, നമ്മൾ ഒന്ന് ആലോചിക്കുക, ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലും നിങ്ങൾക്ക് ഉപജീവന മാർഗത്തെ നൽകുന്നതാരാണ് എന്ന് പ്രവാചകരെ അങ്ങ് ചോദിക്കണം. അതേപോലെ അമ്മൻ യംലികു സമ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, അതേപോലെ പ്രവാചകരെ താങ്കൾ ചോദിക്കണം, ആരാണ് നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും അധീനതയിൽ വെച്ചിരിക്കുന്നത്,
ആരാണ് എന്ന് ചോദിച്ചു നോക്കണം. അതേപോലെ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ, നിർജീവമായതിൽ നിന്നും ജീവനുള്ളതിനെ സൃഷ്ടിക്കുന്നതും ജീവനില്ലാത്തതിൽ നിന്നും ജീവനുള്ളതിനെ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ആരാണ് എന്ന് നിങ്ങൾ ചോദിക്കണം പ്രവാചകരെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. കാഴ്ചയും കേൾവിയും അധീനപ്പെടുത്തിയവൻ ആരാണ്? അല്ലാഹുവാണ്, ഒരു സംശയവുമില്ല. നമ്മുടെ ജീവിത ചക്രങ്ങൾ എത്ര ആളുകൾ കണ്ണട വെക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ നമ്മുടെ കാഴ്ച കുറഞ്ഞു പോയത്? നമ്മുടെ ആഗ്രഹം കൊണ്ടാണോ നമ്മൾ കണ്ണട വെച്ച് നടക്കുന്നത്? അല്ല, അതിന്റെ എല്ലാം നിയന്ത്രണം, അതിന്റെ എല്ലാം അധീനത അത് അള്ളാഹുവിന്റെ അടുക്കലാണ്. എത്ര ആളുകൾ കേൾവി ശക്തി നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുണ്ട്. കേൾവി ശക്തി വർദ്ധിപ്പിക്കുവാനുള്ള ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് ഈ നാട്ടിലൂടെ നടക്കുന്നുണ്ട്. അവരുടെ എല്ലാം കേൾവി ശക്തി കുറയണമെന്ന് അവർ ആഗ്രഹിച്ചതാണോ? അതല്ലെങ്കിൽ അങ്ങനെയുള്ള യന്ത്രം പിടിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ? അല്ല, അതിന്റെ അധികാരം, അധീനത അത് അള്ളാഹുവിന്റെ അടുക്കലാണ് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കിഷ്ടപ്പെട്ടവർ നേരത്തെ മരിക്കുകയും പിന്നീടുള്ളവർ ബാക്കി പിന്നീട് മരിക്കുകയും ചെയ്യുകയാണോ പതിവല്ലല്ലോ. ഏത് സമയത്താണ് ഏത് നേരത്താണെന്നറിയില്ല പടച്ച റബ്ബിന്റെ വിധി വരുന്നത്. ആ സമയങ്ങൾ മരണവും ആ സമയങ്ങൾ ജനനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിക്കൊണ്ടിരിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധീനതയിൽപ്പെട്ട കാര്യമാകുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യുദബ്ബിറുൽ അംറ, ആരാണ് ഇവിടെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് പ്രവാചകരെ അങ്ങ് ചോദിക്കണം. വമൻ യുദബ്ബിറുൽ അംറ, യുദബ്ബിറുൽ അംറ ആരാണ് എന്ന് പ്രവാചകരെ അങ്ങ് ചോദിക്കണം. മക്കയിലെ മുശ്രിക്കീങ്ങളായ ലാത്തയും മുസ്സയും മനാത്തയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമൂഹത്തോട് പ്രവാചകരെ അങ്ങ് ചോദിക്കണം. ഫസയഖൂലൂന അല്ലാഹ്, അവരപ്പോൾ പറയും അത് അല്ലാഹുവാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, യുദബ്ബിറുൽ അംറ ആരാണ് എന്ന് ചോദിച്ചാൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ പറയും അത് അല്ലാഹുവാണ് എന്ന്. ഫസാലിക അല്ലാഹു റബ്ബുകുമുൽ ഹഖ്, അതാകുന്നു യഥാർത്ഥമായ രക്ഷിതാവ് അല്ലാഹു ആകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസ് 31-32 സൂക്തത്തിലൂടെ നമ്മെ ഉണർത്തുകയാണ്. ഇന്ന റബ്ബകുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള് ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 6 ദിവസങ്ങൾ കൊണ്ട് ഈ ആകാശങ്ങളെ, ഈ ഭൂമിയെ, അതിനിടയിലുള്ളതിനെ എല്ലാറ്റിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുകയും എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിൽ, അവന്റെ സിംഹാസനത്തിൽ ആരോഹണം ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അങ്ങനെ ആ അർശിൽ ഇരുന്നു കൊണ്ട് യുദബ്ബിറുൽ അംറ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ലോകത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. അവനാണ് മുദബ്ബിറുൽ ആലം എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഏതായത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുദബ്ബിറുൽ ആലം ഒരു മനുഷ്യനാണ് എന്ന് പറയുവാൻ ഇത്തരം ആളുകൾക്ക് സാധിക്കുന്നത്? അതല്ലെങ്കിൽ ഏതെങ്കിലും ആയത്ത് പറയുന്നുണ്ടെങ്കിൽ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന ഔലിയാക്കൾക്കും ഇന്ന ആളുകൾക്കും ഇന്ന മുദബ്ബിറുൽ ആലം എന്ന കഴിവ് റബ്ബ് കൊടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോ? പ്രവാചകൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ താബീങ്ങളും താബീങ്ങളും സ്വഹാബയും കാണിച്ചു തന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വരി കാണിച്ചു തരാൻ ഇത്തരം ആളുകൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പാരായണം ചെയ്ത വിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ്. ഇവിടെ അല്ലാഹു തആല പറയുന്നത് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസമാണ്. അവർ വിശ്വസിച്ചിരുന്നത് അല്ലാഹുവാണ് ഈ മുദബ്ബിറുൽ ആലം എന്നുള്ളതാണ്. ലോകത്തിന്റെ കൈകാര്യ കർത്തവ്യം യുദബ്ബിറുൽ അംർ അത് അല്ലാഹുവാണ് എന്ന് അവർ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, ഈ സമൂഹത്തിന്റെ, ഈ സമുദായത്തിന്റെ ഈ പോക്കുകൾ കണ്ടിട്ട് കണ്ണടച്ചു നിൽക്കുവാൻ നമുക്ക് സാധ്യമല്ല. നമ്മളോട് നാളെ റബ്ബ് ചോദിക്കും, നീ പറഞ്ഞു കൊടുത്തോ? ഇന്ന വാദങ്ങളുമായിട്ട് മുദബ്ബിറുൽ ആലം ഇന്നയാളാണെന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ് പടച്ചവൻ അയാൾ തന്നെ എന്ന് പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ വന്ന സമയത്ത് നീ എന്തേ മൗനം അവലംബിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എന്തുത്തരമായിരിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുണ്ടാകുക? തൗഹീദ് അംഗീകരിച്ച് നെഞ്ചത്ത് കൈവച്ച്
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പാരായണം ചെയ്ത് നമസ്കരിച്ച് സലാം വീട്ടി പിരിഞ്ഞു പോയാൽ കടമകൾ കയ്യില്ല. പ്രിയപ്പെട്ടവരെ, ദുരിതങ്ങൾ നടക്കുന്ന സമയത്ത് അങ്ങോട്ട് സംഭാവനകൾ അയച്ച് അങ്ങോട്ട് ദുരിതമുഖത്തുള്ള ആളുകളെ സഹായിച്ചാൽ കടമകൾ കഴിയുകയില്ല. സഹോദരങ്ങളെ, പരിസ്ഥിതി ദിനം ആഘോഷിച്ച് ചെടി നട്ട് വളർത്തി പരിസ്ഥിതിയെക്കുറിച്ച് വാദോരാതെ സംസാരിച്ച് ജലമലിനീകരണത്തെക്കുറിച്ച് സംസാരിച്ച് അത് മാത്രമാണ് ഇസ്ലാമിക സംഘടനകളുടെ ദൗത്യമെന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ കടമകൾ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പ്രബോധകന്മാരും പ്രഥമവും പ്രധാനവുമായി പ്രബോധനം ചെയ്ത ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിനുള്ളിൽ സമൂഹത്തിനുള്ളിൽ പുരോഹിതന്മാർ പറയുമ്പോ അതിനെതിരെ ഒരക്ഷരം മിണ്ടാതെ മുസ്ലിം ഐക്യമെന്നും സമുദായ ഐക്യമെന്നും സൗഹൃദമെന്നും പറഞ്ഞു നടന്നാൽ റബ്ബിന്റെ മുന്നിൽ റബ്ബിന്റെ കോടതിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. സൗഹൃദത്തിന്റെ പേരിൽ സാഹോദര്യത്തിന്റെ പേരിൽ മിണ്ടാതിരിക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായി ഈ അവസ്ഥയിൽ മുസ്ലിം സമുദായം എത്തിയിട്ടുണ്ട് എങ്കിൽ അത് പറയാതെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ കോടതിയിൽ നമ്മൾ ഓരോ ആളുകളും അതിന് മറുപടി പറയുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നാളെ മഹ്ശറയിൽ വിചാരണ സമയത്ത് ഓരോ ആളുകളും അവരവർ ചെയ്തു കൂട്ടിയ നന്മകൾ ഇങ്ങനെ ചോദിച്ചു വാങ്ങി വരുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു കമത്തിക്കിടത്തി മലർത്തിക്കിടത്തി പാറക്കൽ ഇടനെഞ്ചകത്തേക്ക് കയറ്റി വെച്ച് ചെറിയ കല്ലുകൾ കൊണ്ട് വലിച്ചെറിഞ്ഞ് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ മക്കൾക്ക് കളിക്കാൻ കളിപ്പാട്ടയായി ഇട്ടുകൊടുത്ത കഥ പറഞ്ഞ് പുണ്യങ്ങൾ വാങ്ങുമ്പോ, ഷഹീദായ കഥ പറഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹു പുണ്യം വാങ്ങുമ്പോ, സുമയ്യയും അമ്മാറും യാസറും പീഡിപ്പിക്കപ്പെട്ട കാരണങ്ങൾ പറഞ്ഞ് റബ്ബിനോട് ചോദിച്ചുകൊണ്ട് സ്വർഗം വാങ്ങുമ്പോ, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മലർത്തിക്കിടത്തി ആ ശരീരത്തിന്റെ മുഴുവൻ തൊലിയും അടർത്തിയെടുത്ത ആ വേദന സഹിച്ചുകൊണ്ട് മക്കയിലെ മരുഭൂമിയിലൂടെ നടന്ന ആ കഥ പറഞ്ഞ് ആ സംഭവം പറഞ്ഞ് റബ്ബിനോട് സ്വർഗം വാങ്ങുമ്പോ നമ്മുടെ കയ്യിൽ വാങ്ങാൻ ഒരു കാരക്കുരുവിന്റെ വലിപ്പമുള്ള കല്ലേറ കിട്ടിയ ചരിത്രമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് നെഞ്ചകത്ത് മാത്രമുള്ളതല്ല, നാവിലൂടെ അത് ജനങ്ങളിലേക്ക് കൂടി എത്തിക്കുവാനുള്ള ബാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് റബ്ബ് നാളെ നമ്മളോട് ചോദിക്കും. നമ്മുടെ കൂടെ കളിക്കാൻ വന്നവൻ, നമ്മുടെ കൂടെ സഹപ്രവർത്തകൻ, നമ്മുടെ കൂടെ പഠിച്ച സഹപാഠി, നമ്മുടെ കൂടെ എന്തിനും ഏതിനും നാട്ടിലെ പരിപാടിക്കും പ്രോഗ്രാമിനും പൊതുപരിപാടിക്കും ഒക്കെ കൂടെ ഉണ്ടായിരുന്നവർ, നമ്മൾ പലതും പറഞ്ഞ് അവരോട് തമാശകൾ പറഞ്ഞ് പല രാഷ്ട്രീയവും നമ്മൾ മടങ്ങിപ്പോന്നിട്ടുണ്ടാകും. എന്നാൽ നാളെ പരലോകത്ത് ആ കൂട്ടുകാരൻ നമ്മുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയും, റബ്ബേ എനിക്കറിയില്ലായിരുന്നു. ചില പുരോഹിതന്മാർ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു, പക്ഷെ എന്റെ കൂട്ടുകാരനായി ഇവൻ വിശ്വസിച്ചില്ല. ഇവൻ മുവഹിദീങ്ങളുടെ മസ്ജിദിൽ നമസ്കരിച്ചവനാണ്. ഇവൻ അല്ലാഹുവെ നിന്നെ മാത്രം ഈ ലോകത്ത് ആരാധിച്ചവരാണ്. അതേപോലെ അവനെ ഞാൻ മമ്പുറത്തേക്ക് വിളിച്ചപ്പോൾ, മടവൂരിലേക്ക് വിളിച്ചപ്പോൾ ഇവൻ വന്നിട്ടില്ല. പക്ഷേ റബ്ബേ, ഇവൻ എന്നോട് പോവരുതേ, അത് പാപമാണ്, പാതകമാണ്, ശിർക്കാണ്, കുഫ്റാണ് എന്ന് റബ്ബേ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ നേരെ വിരൽ ചൂണ്ടി നാളെ പരലോകത്ത് നമ്മുടെ അയൽവാസി, നമ്മുടെ സഹോദരൻ, നമ്മുടെ സഹപാഠി, നമ്മുടെ സഹപ്രവർത്തകൻ പറഞ്ഞാൽ അവിടെ അവസാനിച്ചു നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പാത. അതുകൊണ്ട് നമ്മൾ വലിയ ഗൗരവത്തിൽ തന്നെ ഇതിന്റെ കാര്യങ്ങൾ കാണണം. അത് പ്രബോധനം നമ്മുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസുകളിലൂടെ ആകാം, ഏതെങ്കിലും നോട്ടീസ് കൊടുക്കുന്നതിലൂടെയാകാം, ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് ക്ഷണിക്കുന്നതിലൂടെയാകാം, അതുപോലെ മറ്റു ഏത് വിധേനെ നമുക്ക് എങ്ങനെയെല്ലാം കഴിയുമോ ആ രൂപങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തരമായ തൗഹീദിന്റെ സന്ദേശം എത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നന്മയുടെ സന്ദേശങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കുമ്പോൾ ആ സന്ദേശങ്ങളിലേക്ക് നമുക്കെത്താൻ സാധിച്ചില്ലെങ്കിലും അതിൻ്റെ ഭാഗമാകുവാൻ, അതിലേക്ക് ആളുകളെ പറഞ്ഞയക്കുവാനെങ്കിലും നമ്മൾ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. എങ്ങനെയൊക്കെ കഴിയുമോ അങ്ങനെയൊക്കെ തൗഹീദ് നമ്മൾ പുതുക്കണം. തൗഹീദ് എന്തിനാണ് തൗഹീദ്? ചില ആളുകൾ ചോദിക്കുക, എന്തിനാണ് തൗഹീദ്? അതിൻ്റെ ആവശ്യം എന്താ? ചില ആളുകൾ ചോദിക്കുകയാണ്. ആ തൗഹീദ് അത് എന്തിനാണ് അതിൻ്റെ ഉത്തരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ച ആ ഗാനത്തിലൂടെ ഈ സമൂഹത്തിനുള്ളിൽ, ഈ സമുദായത്തിനുള്ളിൽ നമ്മൾ കണ്ടത്. ഇതുകൊണ്ട് തന്നെയാണ് തൗഹീദ്. യാക്കൂബ് അലൈഹിസ്സലാം മരണനേരത്ത്, പ്രവാചകൻ നബി മരണനേരത്ത് മക്കളോട് പറഞ്ഞിട്ടുണ്ട് തൗഹീദ്. ആ നേരത്ത് പോലും സ്വന്തം മക്കളോട് പറഞ്ഞു. നമ്മൾ എത്ര കണ്ട് നമ്മുടെ മക്കളോട് നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് നാം ഓരോരുത്തരും ആലോചിക്കുക. അത്തരത്തിൽ തൗഹീദിനെ കുറിച്ച്, വിശുദ്ധ ഖുർആനെ കുറിച്ച്, തിരു ഹദീസുകളെ കുറിച്ച്, സുന്നത്തുകളെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന സംഗമങ്ങളിലൊക്കെ എത്തിച്ചേരാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഇൻഷാ അല്ലാഹ് ഓഗസ്റ്റ് 18 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 6 മണി വരെ എടവനക്കാട് ഫലാഹിയ മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂള് വെളിച്ചം തുടങ്ങിയ പദ്ധതികളുടെ ഒരു ഖുർആൻ സമ്മേളനം, ഖുർആനുമായി ബന്ധപ്പെട്ട സമ്മേളനം, ഖുർആനിൻ്റെ വ്യാഖ്യാനവും അതിൻ്റെ പഠനത്തിൻ്റെ പ്രാധാന്യവും അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയും ഒക്കെ ആ സംഗമത്തിലുണ്ട്. അതിൽ കുടുംബസമേതം പങ്കെടുക്കുവാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ 20-ാം തീയതി പൊതു അവധിയാണ്, ചൊവ്വാഴ്ച 20-ാം തീയതി ചൊവ്വാഴ്ച മുജാഹിദ് വിദ്യാർത്ഥി വിഭാഗമായ MSMന്റെ ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു സമ്മേളനം, കലാലയം കാലത്തോടൊപ്പം കുടുംബത്തോടൊപ്പം എന്ന പ്രമേയത്തിൽ നടക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ വെച്ച്. അതിലേക്ക് ആ സബ്ജക്റ്റ് പഠിക്കുന്ന, ആർട്സ് ആൻഡ് സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ, അത്തരം കോളേജുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ എത്തിക്കുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാരണം ആ ഒരു ക്യാപ്ഷൻ അത് ബോധപൂർവം തിരഞ്ഞെടുത്ത ഒന്നാണ്. ഇന്നിൻ്റെ കാലത്തെ മക്കൾ, അവരുടെ വർത്തമാനങ്ങൾ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളാണ് അവർക്ക് ക്യാമ്പസുകളിൽ നിന്ന് ലഭിക്കുന്നത്. ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് ലഭിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വീടുകളിൽ പ്രണയിക്കുവാൻ ഇടമില്ലേ? ഞങ്ങൾ കലാലയങ്ങൾ അതിന് ഇടമൊരുക്കി തരാം. ഏത് നിലക്കും ഏത് സമയത്തും ഏത് രംഗങ്ങളിൽ നിങ്ങൾക്ക് പരസ്യമായും രഹസ്യമായും ഏത് നിലക്കും ആരോടും എങ്ങനെയും നിങ്ങൾക്ക് രതിയിൽ ഏർപ്പെടാം. കുടുംബമൊക്കെ ബാധ്യതയാണ്, മക്കളൊക്കെ ബാധ്യതയാണ്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. കുടുംബം വരുമ്പോൾ, വീട്ടിലേക്ക് വീട്ടുകാർ വരുമ്പോൾ, കുടുംബക്കാർ വരുമ്പോൾ, അയൽക്കാർ വരുമ്പോൾ അതൊക്കെ വലിയ ബാധ്യതകളാണ്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക എന്ന ചിന്താഗതിയാണ് നമ്മുടെ മക്കളുടെ മനസ്സുകളിലേക്ക് ചില ആളുകൾ ലിബറലിസത്തിന്റെ പേരും പറഞ്ഞ് തനി തോന്നിവാസം പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളുടെ ചിന്തകളിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. അങ്ങനെ കുടുംബങ്ങളെ ശിഥിലമാക്കി ഒരു നിലക്കും അരാജകത്വമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ ചില ആളുകൾ ഭരണകൂടത്തെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ കുടുംബമാണ്, കലാലയം കുടുംബത്തോടൊപ്പം നിൽക്കേണ്ടതാണ്, അത് കാലത്തോടൊപ്പം നിൽക്കേണ്ടതാണ് എന്നുള്ള കാലിക പ്രസക്തമായ പ്രമേയം ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ മഹത്വം മക്കൾക്ക് മനസ്സിലാക്കുന്ന തരത്തിലും ലിബറലിസത്തിന്റെ പൊള്ളത്തരങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിധത്തിലുമുള്ള ഒരു ദിവസത്തെ വൺ ഡേ ക്യാമ്പാണ്. അതിലേക്കും നിങ്ങൾ നിങ്ങളുടെ മക്കളെ എത്തിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി അതിലേക്കൊന്നും നമുക്കൊന്നും എത്താൻ കഴിയുന്നില്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് 25-ാം തീയതി അടുത്ത ഞായറാഴ്ച നമ്മുടെ ഇവിടെയുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു പ്രോഗ്രാം മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
എന്ന വിഷയത്തിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിലേക്ക് മുൻകൂട്ടി ഒരാഴ്ച മുമ്പേ അറിയിക്കുകയാണ്. അതിലേക്ക് കുടുംബസമേതം ഈ പള്ളിയിൽ നമസ്കരിക്കുന്ന ആളുകൾ മുഴുവനും എത്തിച്ചേരുകയും അതിലേക്ക് നമ്മുടെ അയൽവാസികളെ, നാട്ടുകാരെ, വീട്ടുകാരെ ആരൊക്കെ അറിയുമോ അവരെയൊക്കെ നമ്മുടെ കോണ്ടാക്റ്റിൽ, നമ്മുടെ വാട്സപ്പിൽ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ ക്ഷണിച്ച് കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ നമ്മൾ ഒരാളെ ക്ഷണിച്ചു എന്ന് വെക്കുക, അയാൾ ആ പ്രോഗ്രാമിലേക്ക് വന്നു, അയാൾ ആ പ്രോഗ്രാമിലൂടെ ഒരു സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അയാൾക്ക് അയാൾ ചെയ്ത നന്മയിൽ ഒന്നും കുറയാതെ അവന് ഇദ്ദേഹം ചെയ്ത അതേ പുണ്യം നമ്മുടെ ഖബറിലേക്കും എത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ക്ഷണം കൊണ്ട് നമുക്ക് കിട്ടുന്ന വലിയൊരു ഗുണം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അവൻ്റെ അടുക്കൽ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഏറെ പൊറുക്കുന്ന എല്ലാം അറിയുന്ന തമ്പുരാനെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് നാഥ ഞങ്ങൾ. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, മർഹമത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു നിലക്കുമുള്ള വിട്ടുവീഴ്ചയില്ലാതെ, ഒരു നിലക്കും അതിൽ വെള്ളം ചേർക്കാതെ യഥാർത്ഥമായ വിശ്വാസത്തിൽ ശിർക്കിൽ നിന്നും മോചിതമായിക്കൊണ്ട്, ശിർക്കിൽ നിന്നും രക്ഷ നൽകിക്കൊണ്ട് അവസാനം വരെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറപ്പിച്ച് റബ്ബേ നീ ഞങ്ങളെ നിർത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. മരണനേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ നാദാ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ മക്കളുണ്ട്, പല ആളുകളുടെയും ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. അങ്ങനെ പലരും ബർസഖിന്റെ ലോകങ്ങളിലാണ്. അവരുടെ ബർസഖിയായ ലോകത്തെ നീ വിശാലമാക്കുകയും അവരുടെ ബർസഖിയായ ലോകത്തെ സന്തോഷത്തോപ്പാക്കുകയും അവരുടെ ബർസഖിയായ ലോകത്തെ സ്വർഗത്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കുകയും ചെയ്യണ റഹ്മാനെ. നാളെ ഞങ്ങളും ആ ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഞങ്ങളുടെ ബർസഖിന്റെ ലോകവും അപ്രകാരം സന്തോഷമുള്ള ബർസഖിന്റെ ലോകമാക്കി നീ മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. പരലോകത്ത് വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന, ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസികളിൽ നീ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന മുഹബ്ബീങ്ങളിൽ, മുത്തബിഈങ്ങളിൽ, പ്രവാചകനെ ഇത്തിബാ ചെയ്യുന്ന, സുന്നത്തിനെ അനുധാവനം ചെയ്യുന്ന, ബിദ്അത്തുകളെ വർജിക്കുന്നവരിൽ നീ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ബിദ്അത്തുകളെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات. اللهم إنك مجيب دعوات يا قاضي الحاجات. اللهم انصر إخوان المسلمين والمجاهدين في كل مكان. اللهم انصر إخوان المسلمين والمجاهدين في فلسطين والغزة والرفة. اللهم انصرنا، اللهم انصر إخواننا، اللهم انصر إخوان المسلمين والمجاهدين في فلسطين. اللهم دمر أعداءنا أعداء الدين. اللهم حلك اليهود والمشركين، اللهم حلك اليهود والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلق محمد والحمد لله رب العالمين وسلام على المرسلين.